ഇനി ഇതിന്റെ കൺട്രോൾസ് പറഞ്ഞുതരാം. ന്യൂട്രൽ, അത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ തള്ളാനോ ഒക്കെ ഉപയോഗിക്കാതെ തരുന്നൊരു ഗിയറാണ് ന്യൂട്രൽ. ഓക്കെ, ഡി ആണ് ഡ്രൈവ് മോഡ്. ഇനി ഇവിടം വരെ ഇങ്ങനെ താഴോട്ട് വരും. പിന്നെ ബി എന്നുള്ളതിലേക്ക് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ട് മാറ്റിയിട്ട് വേണം ഇങ്ങനെ, പക്ഷെ ബി നമ്മൾ യൂസ് ചെയ്യത്തില്ല. നമ്മുടെ ഇത് PRND, പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്. ഇത് മാറ്റാൻ നമ്മൾ ബ്രേക്ക് ചവിട്ടണം. ബ്രേക്ക് ചവിട്ടി ഇതിപ്പോൾ മുകളിലോട്ടാക്കി മാറ്റുന്നത്. ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ താഴ്ന്നു കിടക്കുന്നതാണ്, ഓഫാണ് ഹാൻഡ് ബ്രേക്ക്. ഹാൻഡ് ബ്രേക്ക് ഇടാന്ന് പറഞ്ഞാൽ ഇത് ഞെക്കണ്ട, ഇത് നേരെ ഇങ്ങനെ 2 ക്ലിക്ക് കേൾക്കുന്ന സൗണ്ട് വരെ വലിക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുക്കാവുള്ളൂ എവിടെ പാർക്ക് ചെയ്താലും. ഓക്കെ, ഇത് റിലീസ് ചെയ്യാനായിട്ട് വീണ്ടും നമ്മൾ ബ്രേക്ക് ചവിട്ടി തന്നെ പിടിക്കുക. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് മുകളിലോട്ട് തന്നെ ഇങ്ങനെ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ ഇത് അകത്തോട്ട് പോകുന്നുണ്ടോ, ആ ഒരു പൊസിഷൻ അവിടെ നിർത്തിയിട്ട് ഇതിനെ ഞെക്കുക, താക്കുക. ഓക്കെ, അതായത് ഇത് മിക്കവരും ചെയ്യുന്നത് ഞെക്കിക്കൊണ്ട് ഇത് പൊക്കാൻ നോക്കും. അങ്ങനെ ചെയ്യരുത്. ചെറുതായിട്ടൊന്ന് പ്രഷർ മുകളിലോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ അനങ്ങുന്ന ആ സമയത്ത് അകത്തോട്ട് ഞെക്കി പിടിച്ചിട്ട് താഴോട്ടാക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത് രണ്ടും? ഇനി ഈ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഇതാണ് ഫുള്ള് നമ്മുടെ ലൈറ്റിന്റെ കൺട്രോളുകൾ. അത് ഇൻഡിക്കേറ്റർ, ഡിം ലൈറ്റ്, ഫോഗ് ലൈറ്റ് എല്ലാം ഈ ഏജിലാണ് വരുന്നത്. ലൈറ്റ് ഇൻഡിക്കേറ്റർ ഇതിന്റെ താഴോട്ടാണ് ലെഫ്റ്റിലേക്ക് പോവാൻ. ലെഫ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ്. മുകളിലോട്ടാണ് റൈറ്റ്, അങ്ങോട്ട് പോകാൻ റൈറ്റ്, അതും ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ്. ഓക്കെ, ഇനി ഈ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ ലൈറ്റ് ഓൺ ആക്കി ഓടിക്കും, ഇത് മുകളിലോട്ടോ താഴോട്ടോ ഇടാൻ ഇത് അങ്ങോട്ട് തള്ളരുത്. ഇങ്ങനല്ലേ ഹൈ ബീം ലൈറ്റ് ഓൺ ആയി പോകും. അപ്പൊ എപ്പോഴും ഇൻഡിക്കേറ്റർ നമ്മൾ നേരെ താഴോട്ട് ഓഫ്, അല്ല നേരെ മുകളിലോട്ട് ഓഫ് ടാപ്പ് ചെയ്താൽ മതി. ഇത്രയും തൽക്കാലം മതി. ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാം, എല്ലാം കൂടെ കൺഫ്യൂസ് ആയി പോകും. ലൈറ്റ് ഓൺ ആക്കാനായിട്ട് മുമ്പോട്ട് കറക്കുക 2 പ്രാവശ്യം, 1, 2. പിന്നെ ഹൈ ബീം അത് ഓഫ്, ലൈറ്റ് ഓഫ് ആക്കാൻ തിരിച്ച് കറക്കുക. ഇനി ഈ സൈഡിൽ ഇത് മൊത്തമാണ് നമ്മുടെ വൈപ്പർ, വെള്ളം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിൻസ്ക്രീൻ ഇത് കഴുകാൻ ഉപയോഗിക്കുന്ന അതൊക്കെ ഇതാണ്. വൈപ്പർ ഓൺ ആക്കാൻ ഇപ്പൊ പഠിക്കണ്ട, പിന്നെ പഠിക്കാം മഴയുള്ളപ്പം. ഓക്കെ, അപ്പൊ ഈ സൈഡിലോട്ട് കൈ ഇപ്പൊ പോകണ്ട, ഇത്രയും പഠിച്ചാൽ മതി. അപ്പൊ തൽക്കാലം നമ്മൾ ഫസ്റ്റ് ഇതായതുകൊണ്ട് ഇൻഡിക്കേറ്റർ ഇടുന്നത്. ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മുടെ കോക്പിറ്ററിലാണ് ആദ്യം ഞാൻ പറഞ്ഞ സാധനം. ഡോർ അടയ്ക്കുന്നു, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു, മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നു, സീറ്റ് ബെൽറ്റ് ഇടുന്നു, വണ്ടി ഓക്കെ ആണ് നോക്കുന്നു. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വണ്ടി ഹാൻഡ് ബ്രേക്കിലാണോ പാർക്കിങ്ങിലാണോ എന്ന് മേക്ക് ഷുവർ ചെയ്യണം. ക്ലച്ചും ബ്രേക്കും കാല് വെക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു. ക്ലച്ച് എവിടെ, ബ്രേക്ക് എവിടെ? അപ്പൊ ക്ലച്ചിൽ ഇതിന് നമുക്ക് ബ്രേക്കും ആക്സിലേറ്ററും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി സ്റ്റിയറിംഗ് ചെയ്യുന്ന കാര്യം. സ്റ്റിയറിംഗ് കൈ എപ്പോഴും ഈ ഒരു പൊസിഷനിൽ വെക്കാം നോർമൽ ഡ്രൈവില്. ഇതിനെ നമുക്ക് വളയ്ക്കാൻ നേരത്ത് ഇപ്പൊ ലെഫ്റ്റ് വളയ്ക്കണമെങ്കിൽ മിക്കവരും വളയ്ക്കത് ഇങ്ങനെ വളയ്ക്കരുത്. ഇങ്ങനെ വളച്ചാൽ ഇത് ഇവിടെ കൊണ്ട് നമ്മൾ സ്റ്റക്കായി കണ്ടോ. ഇനി അത് വളയ്ക്കാൻ പാടുപെടും. നമ്മൾ ഒരു വളവ് തിരിഞ്ഞുകൊണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ആണോ ആക്സിലേറ്റർ ആണോ എന്നൊക്കെ അങ്ങ് മാറിപ്പോ. അപ്പൊ എപ്പോഴും വളയ്ക്കാൻ നേരത്ത് ഈ കൈ ഇങ്ങനെ വന്നിട്ട് ഇതും കൊണ്ട് ഇതിനെ ഇങ്ങനെ വരുമ്പം ഈ കൈ താഴേന്ന് ഈ സ്റ്റിയറിങ്ങിനെ വീണ്ടും മേടിച്ചോണ്ട് ഇങ്ങനെ വേണം വളയ്ക്കാൻ. ഓക്കെ, അതുപോലെ തന്നെ തിരിച്ചു വെക്കാം. ഇതും കൊണ്ട് ഇങ്ങോട്ട് വരുന്നു, ഇതുകൊണ്ട് മേടിക്കുന്നു, ഇതും കൊണ്ട് പോകുന്നു, ഇതുകൊണ്ട് മേടിക്കുന്നു, ഇതുകൊണ്ട് പോകുന്നു, ഇങ്ങനെ കണ്ടോ. കൊണ്ടുപോയി ഇതിന്റെ കൈ കൊടുത്ത് ഇത് അങ്ങോട്ട് കൊണ്ടുപോവാണ്. ഓക്കെ, അത് സ്പീഡ് ചെയ്യുക ഇങ്ങനെ, അല്ല തിരിച്ച് സ്പീഡ് ചെയ്യുക. മനസ്സിലായോ? അത് വലിയ വള വരാൻ നേരത്ത് വലുതായിട്ട് ചെയ്യാം നമുക്ക് ഈ സാധനം. ചെറുതാണെങ്കിൽ ചെറുതായിട്ട് ചെയ്താലും മതി. ഇങ്ങനെ തന്നെ ചെയ്യണം. ഇങ്ങനെ പോകരുത്, ഇങ്ങനൊക്കെ കറക്കരുത് എന്ന്. കേട്ടോ? ഓക്കെ, ക്ലിയർ ആണല്ലോ? അതും പോട്ടെ. ഇനിയാണ് നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട്. നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ?